സോളാർ സംഹാരം തുടങ്ങിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ PC വിഷ്ണുനാഥ്, തൃപ്തികരമായൊരു വിശദീകരണം ഈ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. എന്താണ് പ്രതികരണം? ഇക്കാര്യത്തിൽ ബാംഗ്ലൂർ കോടതിയിൽ നിന്നുണ്ടായ ഒരു എക്സ് പാർട്ടി വിധിയാണ്. അതിനെക്കുറിച്ച് അറിയാവുന്ന, നിയമപരമായി അറിയാവുന്ന എല്ലാവർക്കും അറിയാം. എന്ന് മാത്രമല്ല, ഈ കേസ് യഥാർത്ഥത്തിൽ ഈ ശ്രീ കുരുവിള എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ ചില ആളുകൾ ചേർന്ന് കബളിപ്പിച്ചു എന്ന ഒരു പരാതി പറയുന്നു. അതിലൊരാൾ മുഖ്യമന്ത്രിയുടെ PA ആണെന്നും ഒരാൾ മുഖ്യമന്ത്രിയുടെ ബന്ധുവാണെന്നും പരിചയപ്പെടുത്തിയിട്ടാണ് ഇദ്ദേഹത്തിൽ നിന്നും 1,35,000 രൂപ വെട്ടിച്ചു എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ പരിശോധിക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്കും വേണുവിനും ഈ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ പറയുന്നതിൻ്റെ ഒരു ധാരണ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഈ പരാതി അദ്ദേഹം പറയുന്ന 17/10/2012 അന്ന് അദ്ദേഹം ഈ ശ്രീ ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് ഈ പരാതി കൊടുക്കുന്നത്. വേണു എൻ്റെ ഇന്ന് പണം തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വേണുവിന് പരാതി കൊണ്ടു തരുമോ? 1. 2, ആ പരാതി കിട്ടിയ ഉടൻ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം ആദ്യം അന്വേഷിച്ചു ഇതിൻ്റെ കാര്യങ്ങൾ പ്രാഥമികമായി. കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ദൽജിത്ത് എന്ന് പറഞ്ഞ ഒരാളില്ല. അത് ആ കാലത്തെ PRDയുടെ ഡയറിയോ ഗവൺമെൻറ് ഡയറിയോ പരിശോധിക്കുക, അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം ചോദിക്കാം. അദ്ദേഹത്തിന് ആൻഡ്രൂസ് എന്ന് പറഞ്ഞ ഒരു ബന്ധുവുമില്ല. പക്ഷെ അദ്ദേഹം ചെയ്തത് അപ്പോൾ തന്നെ എൻ്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തിയ ഒരാൾ പരാതി തന്നിരിക്കുന്നു. DGPയോട് ഈ കേസ് അന്വേഷിക്കാൻ അതിൽ തന്നെ എഴുതി കൊടുക്കുകയാണ്. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, DGP, ദിസ് ഈസ് എ വെരി സീരിയസ് കംപ്ലയിൻറ്റ്, പ്ലീസ് ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ അഗെയിൻസ്റ്റ് കൺസേൺഡ് പേഴ്സൺ. ഇത് എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻ്റ് അല്ല. ശ്രീ MK കുരുവിള കേരള ഹൈക്കോടതിയിൽ കൊടുത്ത റിട്ട് പെറ്റീഷനിലെ അഫിഡവിറ്റിൽ അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്ന വാചകമാണ്. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ അദ്ദേഹം എഴുതിയത് അങ്ങനെയാണ്. അങ്ങനെ ഇപ്പോൾ സംരക്ഷിക്കാനാണെങ്കിൽ ഈ പരാതി കിട്ടിയ അന്ന് തന്നെ ഇത് DGPക്ക് ബാലസുബ്രഹ്മണ്യത്തിന് കൊടുക്കുന്നു. അതിന്മേലൊരു FIR എടുക്കുന്നു. ആ FIRൻ്റെ സമയം വേണു പരിശോധിക്കണം. 17/10/2012 അദ്ദേഹം കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം കണ്ട ദിവസം രാത്രി 12 മണിക്ക് FIR ഇട്ടു. അന്ന് അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെത്തുന്ന മുമ്പ് പ്രതികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ഇനി ആ FIRലെ മൊഴിപ്പകർപ്പ് നമ്മുടെ കൈവശമുണ്ട്. ആ FIRൽ ഇദ്ദേഹം കൊടുത്ത മൊഴിയിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ കബളിപ്പിച്ചു എന്നില്ല. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലില്ല, അതിനുശേഷം കൊടുത്ത മൊഴിയിലില്ല, അതിനുശേഷം അദ്ദേഹം കൊടുത്ത ഹൈക്കോടതിയിൽ കൊടുത്ത റിട്ട് പെറ്റീഷനിൽ അദ്ദേഹം കൊടുത്ത അഫിഡവിറ്റിൽ പോലും ഇല്ല. എന്ന് മാത്രമല്ല, ആ അഫിഡവിറ്റിൽ പറയുന്നത് ചീഫ് മിനിസ്റ്ററുടെ നിർദ്ദേശത്തെ ടോട്ടൽ ഡിസ്റിഗാർഡ് ഓഫ് ദ ഡയറക്ഷൻ ഇൻ എക്സിബിറ്റ് P3 എന്ന് വെച്ചാൽ ആ നിവേദനമാണ്, ഗിവൺ ബൈ ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്നാണ്. ഉമ്മൻചാണ്ടി എഴുതിയതുപോലെ പോലീസ് അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഉമ്മൻചാണ്ടി പറയുന്നത് പോലെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അദ്ദേഹം സമീപിക്കുന്നു. 1 നിവേദനം, 2 FIRലെ മൊഴി, 3 റിട്ട് പെറ്റീഷനിൽ അഫിഡവിറ്റ്. അതും കഴിഞ്ഞ് 2012 എല്ലാം കഴിഞ്ഞ് 2015 ആകുമ്പോഴെങ്ങനെയാണ് 3 കൊല്ലം അദ്ദേഹത്തിന് ഈ പരാതികൾ ഇല്ലേ? 2015 അദ്ദേഹം ഈ പറയുന്ന പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ മേൽ പിന്നെ നമ്മൾ ആദ്യം സമൻസ് കൈപ്പറ്റിയ ഡേറ്റിൽ ഹാജരായിട്ടില്ല. അതിനുശേഷം അദ്ദേഹത്തിന് വേണ്ടി അഭിഭാഷകൻ ഹാജരായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള സമയം ചോദിച്ചു പോരുന്നു. കാരണം ഇദ്ദേഹം ഇന്നസെൻ്റ് ആണല്ലോ. ഇദ്ദേഹം ഒരു കാരണവശാലും ഉൾപ്പെട്ടിട്ടില്ലാത്ത പരാതി കിട്ടിയപ്പോൾ തന്നെ DGPക്ക് കൊടുത്ത് അന്ന് രാത്രി തന്നെ FIR ഇട്ട് അറസ്റ്റ് ചെയ്യിച്ച ഒരു കേസിൽ അദ്ദേഹത്തിന് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെൻറ്റിനുള്ള സമയം വേണം. പക്ഷേ ഇതിലെ മറ്റ് 4-5 പ്രതികൾ പിന്നെ സമൻസ് കൈപ്പറ്റിയിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇത് ആദ്യം ഒരു എക്സ് ആയി അതിന് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് സ്റ്റേറ്റ്മെൻറ്റിന് സമയം വാങ്ങിച്ചു. പിന്നീട് 30/6, അതായത് 30/6 കോടതി ചെയ്തതെന്ന് വെച്ചാൽ 30/6 6 പേരെയും എസ് പാർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ സമയം ചോദിച്ച ആളെയും കൂടെ ചേർത്ത് ഇത് എസ് പാർട്ടിയാക്കി. ഇനി വേണു, ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ് കൂടെ തന്നാൽ മതി. ഇതിനകത്ത് ഇന്നലെയൊക്കെ ചാനലിൽ ആദ്യമായി തെളിവ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നത് കണ്ടു. ഇതിനകത്ത് 19 തെളിവുകൾ കോടതി പരിശോധിച്ചിട്ടുണ്ട്. ഈ ജഡ്ജ്മെൻറ്റിൽ തന്നെ ഉണ്ട്.
ഈ 19 തെളിവുകൾ എന്ന് പറഞ്ഞാൽ എക്സിബിറ്റ് 1 എന്ന് പറഞ്ഞ ദേശാഭിമാനി പത്രമാണ്. കാരണം ഈ 5 പ്രതികൾക്ക് സമൻസ് കൈപ്പറ്റാതിരുന്നപ്പോൾ ദേശാഭിമാനിയിലാണ് ഈ സമൻസ്, ദേശാഭിമാനി പത്രത്തിൽ മാത്രം എറണാകുളം എഡിഷനിൽ ഈ 5 പ്രതികൾക്ക് വേണ്ടിയിട്ടൊരു സമൻസ് വാർത്ത പ്രസിദ്ധീകരിച്ചു. അതിലും ഉമ്മൻചാണ്ടി ഇല്ല, 6ാം പ്രതി ഇല്ല. 5 പ്രതികൾക്ക് വേണ്ടിയിട്ട് സമൻസ് ദേശാഭിമാനി, അതാണ് എക്സിബിറ്റ് 1. എക്സിബിറ്റ് 2 മുതൽ 7 വരെ എന്ന് പറഞ്ഞാൽ ഈ 4 പ്രതികൾക്ക് കുരുവിള കൊടുത്ത ബാങ്കിൻ്റെ ചെല്ലാൻ, 4 പ്രതികൾക്ക് കുരുവിള കൊടുത്ത ബാങ്കിൻ്റെ ചെല്ലാൻ. എക്സിബിറ്റ് 8 മുതൽ ഒന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇവർ തമ്മിലുള്ള ഈ 4 പ്രതികൾ ഇദ്ദേഹം തമ്മിലുള്ളത്. 9 എന്ന് പറയുന്നത് ലീഗൽ നോട്ടീസ്, 10 പോസ്റ്റൽ അക്നോളജ്മെൻറ്റ്, 11 മുതൽ 15 വരെ ഉള്ളത് പോസ്റ്റൽ റെസിപ്റ്റ്, 16 മുതൽ 19 വരെ പോസ്റ്റൽ കവറേജ് അയച്ചിട്ട് തിരിച്ചു വന്നത്. ഈ 19 തെളിവാണ് ഈ കോടതിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഫൈൻഡിങ്സ് എവിടെയാ? ഉമ്മൻചാണ്ടി എവിടെയാ? ഇതിന് ഏതെങ്കിലും കേസ് അന്വേഷിച്ച് ഉമ്മൻചാണ്ടി പ്രതിയാക്കിയ ഒരു കേസാണോ? വിചാരണ നടത്തി അദ്ദേഹത്തിൻ്റെ കുറ്റം കണ്ടെത്തിയ ഒരു കേസാണോ? അദ്ദേഹം ഇല്ലാത്ത ഒരു കേസിൽ എസ് പാർട്ടിയായി 6 പേരെ എസ് പാർട്ടിയാക്കിയപ്പോൾ അതിൻ്റെ കൂടെ 1 കോടി രൂപ കെട്ടിവെക്കണം എന്ന് പറഞ്ഞ ഒരു കേസ് അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഇതിനകത്ത് ഹാജരായിരിക്കുന്നവർക്ക് ആ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ, ആ കോടതി ഉത്തരവ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ, ആ കോടതി ഉത്തരവിൻ്റെ ഒരു വാചകം, മോർ സോ എവിഡൻസ് പ്ലേസ്ഡ് ബൈ ദ പ്ലെയിൻറ്റിഫ് ഹാഡ് മേഡ് പേയ്മെന്റ് ഓഫ് ₹1,35,000 ടു ഡിഫൻഡന്റ് നമ്പർ 1 to 4. അതിലും 6 ഇല്ല, 5 ആണ് ഉമ്മൻചാണ്ടി. ഇല്ല, 1 മുതൽ 4 വരെ ആളുകൾ കാശ് വാങ്ങിച്ചതിൻ്റെ പേരില്ല ശിക്ഷയും വിധിച്ചേക്കുന്നത്. എവിടെയോ ഉമ്മൻചാണ്ടി? ശരി, ശ്രീ MK കുരുവിള, ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കണ്ട ഘട്ടത്തിൽ, പരാതി നൽകിയ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ പറ്റിയുള്ള ആക്ഷേപം താങ്കൾ പറഞ്ഞില്ല? ഈ 17/10/2012 ഹലോ കേൾക്കാം. 17/10/2012 ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുമ്പ് 11/10/2012 ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട് 45 മിനിറ്റ് ക്ലോസ് ഡോർ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയായിട്ട്. അതിന് മുമ്പ് തന്നെ ഇത് പറ്റിക്കലാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഉമ്മൻചാണ്ടിയെ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ കാശ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല ഇതിൻ്റെതെല്ലാം ഞങ്ങൾ ശരിയാക്കി തരാം, ഈ പ്രൊജക്ടിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്താന്ന് പറ, നിങ്ങൾ ഇതൊന്നും ഡിസ്ക്ലോസ് ചെയ്തില്ലായിരുന്നു, ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഇതൊരു 3-4 കോടിയുടെ ഈ ഡൊമസ്റ്റിക്, അതായത് വീടുകൾക്കൊക്കെ ഇത് ചെയ്യുന്ന സാധനമാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ ഈ വേയും പിന്നെ നിങ്ങളുടെ ഈ പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് വലിയ പ്രൊജക്റ്റാണ്, നിങ്ങളുടെ സത്യം പറയാൻ പറഞ്ഞു. അന്നേരമാണ് ഞാനുള്ള വിവരം പറഞ്ഞു. എത്രയാണ് ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 4000 കോടിയാണ്. അപ്പോൾ ഈ 4000 കോടി നിങ്ങളാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, UK കൺസോർഷ്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ താങ്കളുടെ ഇതിലത്തെ ഇൻവോൾവ്മെന്റ് എന്താന്ന് ചോദിച്ചു. ഞാൻ പറയും ഞാൻ ഇന്ത്യൻ CEO ആയിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. അതായത് ടു എക്സിക്യൂട്ട് ദ എൻറ്റയർ വർക്ക് ഇൻ ഇന്ത്യ വേറെ ഇറ്റ് മേ ബി, അതാണ് എൻ്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾക്ക് ഇതിനുള്ള പ്രതിഫലം എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കമ്പനിയുടെ 15% ഇക്വിറ്റി ഷെയർ എനിക്ക് കിട്ടുകയാണെന്ന് പറഞ്ഞു. ഇക്വിറ്റി ഷെയർ, അതാണ് എൻ്റെ ഈ ബുദ്ധിമുട്ടിനും എൻ്റെ ബ്രെയിനിന് എനിക്ക് കിട്ടുന്ന പ്രതിഫലം അതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഏകദേശം എത്രയാ പ്രോഫിറ്റിന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല, അത് കമ്പനിയുടെ വളർച്ച അനുസരിച്ച് തിരിച്ചിരിക്കുമെന്നും പറഞ്ഞു. അന്നേരമാണ് ഉമ്മൻചാണ്ടി പറഞ്ഞ്, ഞാൻ ഏത് കമ്പനി ചെയ്ത് കഴിഞ്ഞാൽ 25% കമ്മീഷൻ ഞാൻ മേടിക്കുന്നത്, എനിക്ക് ഞാനൊരു 3-4 അക്കൗണ്ട് തരാം, അവരോട് 4000 കോടി കൊണ്ടുവരേണ്ട 3000 കോടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, 1000 കോടി ഞാൻ തരുന്ന അക്കൗണ്ട് നമ്പറുകളിലേക്ക് ഇടാൻ പറഞ്ഞു. അപ്പം ഞാൻ പറയും എന്തിനായിട്ടാന്ന് ചോദിച്ചു. അല്ല അത് ഞങ്ങളുടെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് എന്ന് പറഞ്ഞു എന്നോട്. അന്നേരമാണ് ഞാൻ പറഞ്ഞ അപ്രണ്ടായിട്ട് ഈ 25% 1000 കോടിയൊന്നും തന്നിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. തന്നെയല്ല UK കൺസോർഷ്യം 4000 കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിൽ 1000 കോടി കേരള ചീഫ് മിനിസ്റ്റർക്ക് ഇത് കൊടുക്കണമെന്നും പുള്ളിയുടെ അക്കൗണ്ട് നമ്പറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെരുപ്പെടുത്തേണ്ട മുഖത്ത് വല്ലൂന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ മുന്നോട്ട് മുഖത്ത് നോക്കിയാൽ പറഞ്ഞത്. അതുകൊണ്ട് അത് തരാൻ പറ്റത്തില്ല. പ്രോഫിറ്റിന്റെ വല്ല 10-15% വേണമെങ്കിൽ ഞാൻ കമ്പനിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഇത് മാത്രമൊന്നുമല്ല 2-3 സോളാർ കമ്പനികൾ ഞാൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്,
അതിലൊക്കെ ഞാൻ 25% കമ്മീഷൻ മേടിക്കുന്നത്. അത് തരികയാണെങ്കിൽ ഞാൻ എല്ലാം ക്ലിയർ ആക്കി തരാം, ഇല്ലെന്ന് വരില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്റെ പൈസ ഇങ്ങോട്ട് തന്നേരെ, ഞാൻ 1,35,000 രൂപ തന്നിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അക്കൗണ്ട് നമ്പറുകളിലേക്കും അല്ലാതെ ക്യാഷ് കൂടുതലെല്ലാം കൊടുത്തിരിക്കുന്നത്, ആ പൈസ ഇങ്ങോട്ട് തിരിച്ചു തന്നേക്കാൻ പറഞ്ഞു. അപ്പോഴാണ് പുള്ളി പറഞ്ഞ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ആലോചിക്ക്, ഇത് നല്ല പ്രൊജക്റ്റാണെന്ന് എനിക്കും തോന്നി. പിന്നെ ഇതുണ്ടോ സെക്രട്ടേറിയറ്റിന്റെ വലിയ വലിയ ബിൽഡിങ്ങുകളുടെ ഒക്കെ ഓർഡറുകൾ ഞാൻ പിടിച്ചു തരാം, അതുകൊണ്ടാണ് ഞാൻ ഈ 25% ചോദിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 25% അപ്ഫ്രണ്ട് തന്നിട്ട് എനിക്ക് നല്ല ആർക്കും ഇന്ത്യയുടെ ഒരു കമ്പനി. ശ്രീ എം കെ കുരുവിള, ഇതൊക്കെ 11/10/2012 നടന്ന കാര്യങ്ങൾ. അതെ അതെ, ഒരു മിനിറ്റ് അല്ലല്ല, ഒറ്റ മിനിറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനൊരു മറുപടി പറഞ്ഞു സാർ. 6 ദിവസം കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ പറ്റി ഇത്രയും വലിയ ആക്ഷേപം താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു? എന്തിന് അതിന്മേൽ തുടർ നടപടികൾ DGP തന്നെ എടുത്തപ്പോൾ അതിനോട് താങ്കൾ സഹകരിച്ചു? ഈ ഘട്ടങ്ങളിൽ ഒന്നും മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും പറയാതിരുന്നു. 1000 കോടി. ഞാൻ അതിലേക്കാണ് വരുന്നത്. നിങ്ങൾ തോക്കിക്കറി വെടിവെക്കാതെ എനിക്ക് സംസാരിക്കാൻ. ലെറ്റ് മീ കംപ്ലീറ്റ് ദാറ്റ് കംപ്ലീറ്റ് പാർട്ട്. ഹലോ, പറഞ്ഞോളൂ. ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതിനുശേഷം പുള്ളി പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചിട്ട് വിളിക്ക്, ഡേ ടൈമിൽ ഇന്ന നമ്പറിൽ വിളിക്ക്, നൈറ്റിൽ ഇന്ന നമ്പർ വിളിക്കണം പറഞ്ഞിട്ട് 2 ഗൺമാന്മാരുടെ നമ്പർ തന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ അന്നത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോരുകയും ചെയ്തു. വൈകുന്നേരം 5:45 ഫ്ലൈറ്റിന് തിരിച്ചു വന്നു. പിറ്റേ ദിവസം ഒരു ഗൺമാനെ കൊണ്ട് തന്നെ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, എറണാകുളത്ത് ഗസ്റ്റ് ഹൗസ്, ഞാൻ എറണാകുളത്ത് വരുന്നുണ്ട്, എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് വൈകുന്നേരം കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ബാംഗ്ലൂർ ഓൾറെഡി ഇന്നലെ തന്നെ പോകുന്നു, വേണമെങ്കിൽ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ശരി, വൈകുന്നേരം സംസാരിക്കാൻ, ഞാൻ മീറ്റിങ്ങിന് കയറുകയാണ്, വൈകുന്നേരം സംസാരിക്കാമെന്ന് പറഞ്ഞു. വൈകുന്നേരം വിളിക്കാൻ പറഞ്ഞു. ഞാൻ വൈകുന്നേരം വിളിച്ചു കഴിഞ്ഞപ്പം ഇല്ല, മീറ്റിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ വീണ്ടും വിളിച്ചപ്പം ഇങ്ങോട്ട് പുതുപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചോളം പറഞ്ഞു. അപ്പം ഞാൻ വിവരം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം നാളെ രാത്രി വിളിക്കാൻ പറഞ്ഞു, മറ്റേ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞു. മറ്റേ നമ്പർ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പം ഇല്ല, PM ഇനിയും വന്നിട്ടില്ല, നിങ്ങളൊരു കാര്യം 11 ഞാൻ വിളിക്കാൻ പറഞ്ഞു. ആ നമ്പറിൽ 11 മണിക്ക് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു മെയിൽ ആണ് എടുത്തത്. അതിനുശേഷം ഞാൻ പറഞ്ഞു, എനിക്ക് CM ഒന്ന് കണക്ട് ചെയ്യണം, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കുരുവിളയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഈ മൊബൈല് ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ CMന്റെ മകളാണ്, എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യം സംസാരിക്കാണ്, നിങ്ങളുമായിട്ട് സംസാരിച്ച് ഫൈനലൈസ് ചെയ്യാന്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞത് എനിക്ക് ആ 25% ഇതൊക്കെ തന്ന് എനിക്ക് ഈ കമ്പനി നടത്താൻ പറ്റത്തില്ല, അപ്രണ്ടായിട്ട് തന്നിട്ട്, അതുകൊണ്ട് ആ പ്രശ്നം വിട്ടേക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ നിങ്ങളൊരു കാര്യം 20% തന്നാൽ മതി, ഞങ്ങളുടെ ഡാഡി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇവൻ 20% അല്ല 15% തന്നിട്ട് എനിക്ക് നടത്താൻ പറ്റത്തില്ല, കാരണം അപ്പറൻ്റായിട്ട് 15, 20, 25% കൊടുത്തിട്ട് ആർക്കും ഇന്ത്യയിൽ ഒരു കമ്പനി നടത്താൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല.